ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ ഫ്രെയിം ചാനൽ. നമ്മളിപ്പോൾ ഒരു വീഡിയോയുടെ ഫിൽറ്റർ, അതുപോലെ തന്നെ വാട്ടർമാർക്ക്, മ്യൂസിക് എങ്ങനെ ആഡ് ചെയ്ത് നോക്കാം. ആദ്യമായി നമ്മൾ VN ആപ്പ് ഓപ്പൺ ചെയ്യുക, പ്ലസ് സിമ്പിൾ പ്രസ് ചെയ്യുക. അതിനുശേഷം ന്യൂ പ്രൊജക്റ്റ് എന്നൊരു ഓപ്ഷൻ കാണിക്കും, അത് നമ്മൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം വീഡിയോ ബേസ്ഡ് എന്നുള്ളൊരു ഓപ്ഷൻ ടിക്ക് ചെയ്യുക, എന്നിട്ട് സേവ് കൊടുക്കുക. അപ്പോൾ ഗാലറി ഓപ്പൺ ആയും. നമ്മൾക്ക് ആവശ്യമുള്ള വീഡിയോ അവിടുന്ന് ഗാലറിയിൽ നിന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ആവുകയും നമുക്ക് അവിടെ ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ ക്ലിക്ക് ചെയ്യണം. ഇപ്പോൾ യൂട്യൂബിൻ്റെ സ്റ്റാൻഡേർഡ് പ്രകാരം 16:9 ആണ് ഒരു ആസ്പെക്ട് റേഷ്യോ. നമ്മൾ 16:9 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്തു. ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് വേണ്ടത് 16:9 ആണ്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ സെൻട്രൽ പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ് ആക്സിൽ വൈ ആക്സിൽ ഒരു പിങ്ക് ലൈൻ ബോർഡർ കാണാം. അപ്പോൾ അതിനനുസരിച്ച് 2 വിരൽ ഉപയോഗിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് സ്ക്രീനിൽ കറക്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് വേണ്ടത് ഫിൽറ്റർ ആഡിങ് ആണ്. അപ്പോൾ ഫിൽറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ സൈഡിൽ ലാസ്റ്റിലുണ്ട്. എന്നിട്ട് നമ്മൾ സെലക്ട് ചെയ്തു. അവിടെ C2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഞാനവിടെ C2 എന്നുള്ളൊരു ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്ത ശേഷം അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് മുകളിൽ, അത് സെലക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. കോൺട്രാസ്റ്റ്, ബ്രൈറ്റ്നസ്, ടെമ്പറേച്ചർ, ഷാർപ്പൻ, അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലെങ്കിൽ ChatGPTയിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഡാറ്റ കിട്ടും. അപ്പോൾ അതിനനുസരിച്ചുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഉണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ചിട്ട് ഇപ്പോൾ 100 ആണ് റേഞ്ച് ഉള്ളത്. ഇവിടെ ചിലത് 10 റേഞ്ച് ഉണ്ട്, അതുപോലെ തന്നെ 100 റേഞ്ച് ഉണ്ട്. അപ്പോൾ ഏത് റേഞ്ചാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ ക്ലോക്ക് വൈസിൽ പ്ലസ് ഡിജിറ്റാണ് പോവുക. മൈനസ് എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡയറക്ഷനിൽ പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മൾ കളർ ഗ്രേഡിങ് ആഡ് ചെയ്തു. കളർ ഗ്രേഡിങ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ മ്യൂസിക് ആഡ് ചെയ്യണം. മ്യൂസിക് ലൈബ്രറി പോയിട്ട് മ്യൂസിക് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള മ്യൂസിക് സ്പെസിഫിക്കലി ഇവിടെ റൈറ്റ് സൈഡിൽ യൂസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം മ്യൂസിക് സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിൽ ബ്ലൂ കളറിൽ യൂസ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ ആ പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഞാനിവിടെ സ്റ്റാർട്ടിങ്ങുള്ള പോർഷനാണ് ആഡ് ചെയ്തത്. നമുക്ക് വേണമെങ്കിൽ ഏത് ലൈനാണെന്നോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മ്യൂസിക് ആഡ് ചെയ്തു. അതിനുശേഷം വീഡിയോൻ്റെ ഓഡിയോ നമ്മൾ മൈനസ് ചെയ്യണം, അതായത് മ്യൂട്ട് ചെയ്യണം. മ്യൂട്ട് ചെയ്യില്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഡിസ്റ്റർബൻസ് ആവും, 2 ഓഡിയോ തമ്മിൽ ക്ലാഷ് ആവും. അപ്പോൾ അതിനുശേഷം നമ്മൾ മ്യൂസിക്കിൻ്റെ ഓഡിയോ കുറച്ചുകൂടി കൂട്ടി വെക്കുക. നെക്സ്റ്റ് വാട്ടർമാർക്ക് ആഡ് ചെയ്യുന്നതാണ്. വാട്ടർമാർക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ ടെക്സ്റ്റ് എന്നുള്ളൊരു സിമ്പിൾ ഉണ്ട്, T എന്നുള്ള സിമ്പിൾ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഇതേപോലെ നമുക്ക് വാട്ടർമാർക്ക് ആഡ് ചെയ്യാം. ഇവിടെ കുറേ കളർ ഗ്രേഡിംഗ് ഉണ്ട്, കളറുണ്ട്, അതേപോലെ തന്നെ കപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെ സൈസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാം. 2 വിരൽ ഉപയോഗിച്ചിട്ട് സൈസ് ഇൻക്രീസ് ചെയ്തിട്ട് ഞാനൊരു കോർണറിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ഗ്രീൻ ലെയർ കണ്ടോ, അതാണ് ടെക്സ്റ്റിൻ്റെ വാട്ടർമാർക്കിൻ്റെത്. എന്നിട്ട് ഇവിടെ എയറോ ഉണ്ട്, നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പ്ലേസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വാട്ടർമാർക്കിൻ്റെ സെറ്റിങ്സ് ചെയ്തു. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വാട്ടർമാർക്കിൻ്റെ ലെയർ ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്ത് വീഡിയോൻ്റെ എൻഡ് വരെ എത്തിക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ വാട്ടർമാർക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഉണ്ടാകും. നമുക്കിവിടെ അതിൻ്റെ സ്റ്റൈല് മാറ്റാം, ഇപ്പോൾ കളറ് ചേഞ്ച് ചെയ്യാം, കപ്പാസിറ്റി ചേഞ്ച് ചെയ്യാം. ഇങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് നോക്കാം. അത് ഞാനിപ്പം ഈ സ്ക്രീനിൽ ഷെയർ ചെയ്യുന്നുണ്ട്.